ആർട്ടിക്കിൾ 14 ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്കാണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ സാധാരണക്കാരനാണോ, പൈസക്കാരനാണോ, മന്ത്രിയാണോ എന്നൊന്നും നിയമത്തിന് വിഷയമല്ല, എല്ലാവർക്കും ഒരേ നിയമം. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിക്കിൾ 14 നമ്മൾ കൈ ആലോചിച്ച് വെക്കുക. കയ്യിൽ നമുക്ക് എത്ര വിരലുകളുണ്ട്? 5 വിരലുണ്ട് ഇല്ലേ? പക്ഷേ നമ്മുടെ തള്ളവിരൽ കുറച്ച് താഴ്ന്നിട്ടല്ല നിൽക്കുന്നത്, ബാക്കി 4 പേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 1ഉം 4ഉം ഓക്കെ. അപ്പോൾ തള്ളവിരൽ കുറച്ച് താഴ്ന്നു നിന്നുകൊണ്ടൊന്നും വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ കയ്യിലാണ്, എല്ലാവരും ഈക്വലാണ്. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ ആണ് വരുന്നത്. ഇനി ഈ ആർട്ടിക്കിൾ ബേസ് ചെയ്തിരിക്കുന്ന റൂൾ ഓഫ് ലോ കോൺസെപ്റ്റ് ബൈ A.V. ഡൈസി ആണ്. എന്താണ് A.V. ഡൈസി പറയുന്നത്? എന്താണ്? ഒരു സിമ്പിൾ കഥ പോലെ പറഞ്ഞു വെക്കുക. ഒരു രാജാവിൻ്റെ ഒരു കിങ്ഡം ആലോചിച്ച് വെക്കുക. ആ രാജാവ് നല്ല പവർഫുൾ ആയിട്ടുള്ള രാജാവാണ്. അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അയാൾ രഥത്തിൽ പോകുമ്പോൾ അയാൾക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം. അയാൾ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ആർക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും അയാൾക്കൊരു പ്രശ്നമില്ല, കാരണം അയാൾ കിങ് ആണ്, അയാളാണ് റൂൾസ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ ഇത് ശരിയാണോ? അല്ല. അപ്പോൾ ഇതിനെയാണ് പറയുക റൂൾ ഓഫ് മെൻ. അതായത് പേഴ്സൺ ആരാണോ അയാളാണ് ബോസ്, ആ പവറുള്ള പേഴ്സണാണ് ബോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ A.V. ഡൈസിയുടെ റൂൾ ഓഫ് ലോ വരുന്നത്. അതായത് അവിടെ നമ്മളൊരു ട്രാഫിക് സിഗ്നൽ വെക്കണം നമ്മുടെ കിങ്ഡത്തിൽ. അതുപോലെ തന്നെ റെഡ് ലൈറ്റ് വന്നാൽ രാജാവാണെങ്കിലും ആരാണെങ്കിലും ആ റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ രാജാവിന് ആരെങ്കിലും അങ്ങനെയൊന്നും ജയിലിലൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പല നിയമങ്ങൾ വരാണ്. അപ്പോൾ ഇതാണ് റൂൾ ഓഫ് ലോ ബൈ A.V. ഡൈസി എന്ന് പറയുന്നത്. ലോ ആണ് നമ്മുടെ സൂപ്പർ കിങ് എന്ന് പറയുന്നത്, അല്ലാണ്ട് ബാക്കി എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് A.V. ഡൈസിയുടെ റൂൾ ഓഫ് ലോ. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ. ഇത് ഓർത്ത് വെക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ്, എന്തായാലും കമൻറ്റും ചെയ്തോ, ലൈക്ക് ചെയ്തോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. ഓൾ ദ ബെസ്റ്റ്.